ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എന്താണെന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മളെല്ലാവരും മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് ഇവയെല്ലാം ഉപയോഗിക്കുന്നവരാണ്. ഇതിൽ നമ്മൾ വീഡിയോസ്, ഫോട്ടോസ്, മറ്റ് ഡാറ്റകളും വളരെ സുരക്ഷിതമായി സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെ വളരെ സുരക്ഷിതമായി നമ്മുടെ ഡാറ്റകളും മറ്റും ഇൻ്റർനെറ്റിൽ സേവ് ചെയ്ത് വെക്കാം. അതിനായി ഗൂഗിൾ നമുക്ക് ഇൻ്റർനെറ്റിൽ 16 GB ഫ്രീ സ്പേസ് നൽകുന്നുണ്ട്. ഈ സംവിധാനത്തെയാണ് ഗൂഗിൾ ഡ്രൈവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ദൂരസ്ഥലത്തേക്ക് യാത്ര പോകുകയാണെന്ന് കരുതുക. അവിടെ വെച്ച് നമ്മുടെ ഒരു ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഏതെങ്കിലും കോപ്പി നമുക്ക് ആവശ്യമാണെന്ന് വയ്ക്കുക. അത് നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിലാണ് സ്കാൻ ചെയ്തിട്ടോ അതിൻ്റെ അല്ലെങ്കിൽ ആ ഫോട്ടോ, ആ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വീണ്ടും പോയി നമ്മൾ വീട്ടിൽ പോയി അതിനെ കോപ്പി ചെയ്ത് പെൻഡ്രൈവിലാക്കിയിട്ട് വരണം. പക്ഷേ നമ്മളൊരു ഗൂഗിൾ ഡ്രൈവിലാണെങ്കിൽ ഈ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ നമുക്കൊരു ഇൻ്റർനെറ്റുള്ള കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈലിൻ്റെയോ സഹായത്തോടു കൂടി ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കതിനെ ആക്സസ് ചെയ്യാം. നമുക്കതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഗൂഗിൾ ഡ്രൈവിൻ്റെ വേറൊരു പ്രധാന ഉപകാരം നമുക്കൊക്കെ നമ്മുടെ മൊബൈൽ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് മൊബൈലിൽ സ്പേസ് കുറവായിരിക്കും ചിലവർക്ക്. അപ്പോൾ നമുക്ക് ഈ മൊബൈലിലെ ഡാറ്റകൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കാം. വീഡിയോസ്, ഫോട്ടോസ് ഇതെല്ലാം നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലെ കോൺടാക്റ്റുകൾ എല്ലാം തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് സേവ് ചെയ്ത് വെക്കാം. നമ്മളുടെ മൊബൈൽ ഫോൺ കളഞ്ഞു പോകുകയോ അതല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവുകയോ ഫോർമാറ്റ് ആകുകയോ ചെയ്താൽ ഒരിക്കലും തന്നെ ഈ കോൺടാക്റ്റുകൾ നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ല. പക്ഷേ ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിയാലും ആ ഫോണിൽ ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ കോൺടാക്റ്റും ഈ പുതിയ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം, അതിലോട്ട് എങ്ങനെയാണ് ഡാറ്റകൾ കയറ്റാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഗൂഗിളിൻ്റെ അക്കൗണ്ട് വേണം. ജിമെയിലിൽ ഒരു അക്കൗണ്ട് വേണം. ജിമെയിലിൽ അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. സാദിഖ് ബിസ്മി എന്നടിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ആ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജിമെയിലിലെ അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. എന്നതിന് ശേഷം ഇവിടെ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. എന്നതിന് ശേഷം ഈ ഗൂഗിളിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന സിമ്പൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. നമ്മുടെ ജിമെയിലേക്ക് പോകാം, ഗൂഗിൾ പ്ലേയിലേക്ക് പോയാൽ ഗൂഗിളിൻ്റെ എല്ലാ സംവിധാനത്തിലോട്ടും കയറാനുള്ള സംവിധാനമുണ്ട്. യൂട്യൂബ്, നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്. ഇതിലോട്ട് നമുക്കിപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഫോട്ടോസ്, മൈ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മുടെ ഫോട്ടോസ് മാത്രം അങ്ങനെ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇതിനകത്ത് സൂക്ഷിക്കാം. നമ്മുടെ ഒരു മെമ്മറി കാർഡിനകത്ത് എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് എന്നതുപോലെ നമുക്ക് ഇതിലും സൂക്ഷിക്കാം. അപ്പോൾ അതിനായി ഞാൻ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാൻ നമുക്കൊരു ലൂന് പോവാം. ഫോൾഡർ കൊടുക്കാം. ഞാൻ ഈ ഫോൾഡറിന് പേര് മൈ ഫോട്ടോ എന്ന് കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് കൊടുത്താൽ ഇവിടെ മൈ ഫോട്ടോ എന്നുള്ള ഒരു ഫോൾഡർ വന്നിട്ടുണ്ട് കാണാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡാറ്റകളൊന്നുമില്ല. നമുക്കിതിനകത്തിപ്പോൾ ഒരു ഡാറ്റ ആഡ് ചെയ്യാം. ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നൂല് ക്ലിക്ക് ചെയ്യുക. ഫയൽ അപ്ലോഡ് എടുക്കുക. എന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഓപ്പൺ എന്ന് കൊടുത്താൽ ഇവിടെ അപ്ലോഡിങ് കാണിക്കും. ആ ഫോട്ടോ ഇവിടെ വന്നു. മൈ ഡ്രൈവിലോട് നമ്മുടെ ഇതിൽ ഓപ്പൺ ചെയ്താൽ ആ ഫോട്ടോ ഇവിടെ കാണും. നമുക്ക് അതുപോലെ തന്നെ ഡൗൺലോഡും ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്താൽ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ നമ്മുടെ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് എടുക്കുന്നത് ഈ സിമ്പിൾ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആ കമ്പ്യൂട്ടറിലോട്ട് അത് കയറുന്നതാണ്.
എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും തന്നെ ഉപയോഗിച്ച് നോക്കുക.